വിൻ്റർ സീസണിൽ നട്ടാൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പെറ്റൂണിയ. അതിനാൽ തന്നെ പെറ്റൂണിയ ഏവർക്കും പ്രിയപ്പെട്ടതുമാണ്. വിൻ്റർ സീസണിൽ ഞാനും എൻ്റെ ബാൽക്കണിയിൽ പെറ്റൂണിയാസ് വളർത്താറുണ്ട്. വെജിറ്റബിൾസിന് നൽകുന്ന സംരക്ഷണങ്ങൾ തന്നെയാണ് പെറ്റൂണിയാസിന് ഞാനിവിടെ നൽകാറുള്ളത്. നാച്ചുറൽ മെത്തേഡിലാണ് ഇവയെല്ലാം ഞാൻ വളർത്തിയെടുക്കാറുള്ളത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാറേ ഇല്ല. കളേഴ്സിലും ഡിസൈൻസിലും വളരെയധികം വ്യത്യസ്തങ്ങളായ വെറൈറ്റീസ് കാണുന്ന ഒരു പൂച്ചെടി കൂടിയാണ് പെറ്റൂണിയ. കുറേയധികം വെറൈറ്റീസ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഞാനും വളർത്തി നോക്കിയിട്ടുണ്ട്. ഇവിടെ വിൻ്റർ സീസൺ അധികം നാൾ നിൽക്കാറില്ല. അതിനാൽ തന്നെ വിത്തുകൾ മുളപ്പിച്ച് ചെടികളാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വിത്തുകൾ ഞാൻ പാകി മുളപ്പിച്ച് നോക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് സക്സസ് ആയില്ല. ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളാവാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഞാൻ തൈകൾ മേടിച്ച് നടുകയാണ് ചെയ്യുന്നത്. പോട്ടുകളിലാണ് ഞാനിതെല്ലാം വളർത്തുന്നത്. മണ്ണ് നിറയ്ക്കുന്നതെല്ലാം സാധാരണ വെജിറ്റബിൾസിന് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. മണ്ണും ചകിരിച്ചോറ് അല്ലെങ്കിൽ കോക്കോപീറ്റ്, കമ്പോസ്റ്റ്, ആട്ടിൻകാഷ്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി, ഇത് രണ്ടും മാറി മാറി പലപ്പോഴായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന പൂച്ചെടികൾക്കെല്ലാം ആട്ടിൻകാഷ്ടം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തയ്യാറാക്കിയ മിശ്രിതത്തിലേക്കാണ് മേടിച്ചു വെച്ചിരിക്കുന്ന ചെറിയ പൂട്ടുകളിലുള്ള തൈകൾ പറിച്ചു മാറ്റി വയ്ക്കുന്നത്. അടിവളമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നീട് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ് ഞാൻ അധികവും കൊടുക്കാറുള്ളത്. ഇത്തരത്തിൽ വലിയ പൊട്ടുകളിലേക്ക് മാറ്റിയ ചെടികൾ 1-2 ദിവസം തണലത്ത് വെച്ചതിന് ശേഷമാണ് പിന്നീട് മാറ്റി വയ്ക്കുന്നത്. പിന്നീട് ഇവയിൽ അധികവും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടാണ് ഞാൻ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യുന്നത്. കുറച്ചല്ലാതെയുമുണ്ട്. നനയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചെടി കൂടിയാണ് പെറ്റൂണിയ. കാരണം മണ്ണ് ഉണങ്ങാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറിയ രീതിയിൽ തന്നെ മണ്ണ് ഉണങ്ങിയാൽ അത് ചെടിയെ വളരെയധികമായിട്ട് ബാധിക്കാറുമുണ്ട്. പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ഒരു ചെടി കൂടിയാണ് പെറ്റൂണിയ. നട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫിഷ് അമൈനോ ആസിഡ് തന്നെയാണ്, മറ്റു ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ. പൂവിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് ചാരം കൊടുക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് അങ്ങനെയും ഒഴിക്കാറുണ്ട്. അരി, പയറ്, പരിപ്പ് ഇവയെല്ലാം കഴുകുന്ന വെള്ളം അത് കൊടുക്കാറുണ്ട്. പിന്നെ ബനാന പീൽസ്, ഒനിയൻ പീൽസ് ഇവയെല്ലാം ശേഖരിച്ചതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് ചിലപ്പോൾ മുട്ടത്തൊണ്ടും ചേർത്ത് കൊടുക്കാറുണ്ട്. അവയെല്ലാമാണ് ഞാൻ ഇവയ്ക്ക് കൊടുക്കാറുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്. ചെറിയ പോട്ടുകളായതിനാൽ ഓരോ ടൈപ്പ് ചെടികളാണ് ഓരോന്നിലും നട്ടിരിക്കുന്നത്. വലിയ പോട്ടുകളാണെങ്കിൽ നമുക്ക് 1-2 ഒക്കെ സെറ്റ് ചെയ്യാം. പാർഷ്യൽ സൺലൈറ്റിലും പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടും. എനിക്കിവിടെ സൺലൈറ്റ് കുറഞ്ഞ ബാൽക്കണിയാണ്, എങ്കിലും പൂക്കൾ നന്നായിട്ട് കിട്ടാറുണ്ട്. ബാൽക്കണിയിൽ തന്നെ സൈഡ് റെയിൽസിലും ഇത്തരത്തിൽ സെറ്റ് ചെയ്യാറുണ്ട്. വലിയ ട്രേകളിൽ 3-4 പ്ലാന്റ്സുകൾ നടാറുണ്ട്. വെള്ളം നനയ്ക്കുമ്പോൾ കൂടുതലാകാനും പാടില്ല. മണ്ണിൻ്റെ നനവനുസരിച്ച് മാത്രം നന ക്രമീകരിക്കുന്നതാണ് ഉത്തമം. ഇവയെല്ലാം കിച്ചൺ വേസ്റ്റുകളാണെങ്കിലും ചെടികൾക്ക് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസുകൾ ഇവയിലൂടെയും കിട്ടാറുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നാച്ചുറൽ മെത്തേഡിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ കെയർ ചെയ്യുവാൻ സാധിക്കും. പക്ഷെ കുറച്ച് മെനക്കെടണമെന്ന് മാത്രം. ഇവയെല്ലാം തന്നെ ഡൈലൂട്ട് ആക്കിയതിന് ശേഷമാണ് ചെടികൾക്ക് കൊടുക്കാറുള്ളത്. വെയിലാറിയ ശേഷമാണ് നന. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് നാച്ചുറൽ മെത്തേഡിൽ പെറ്റൂണിയ ചെടികളെ വളർത്തിയെടുക്കാം.